ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. നമ്മുടെ പബ്ലിക് ഇക്കണോമിക്സിൽ ഒരു ബേസിക് കൺസെപ്റ്റാണ് ഇത്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് പബ്ലിക് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. പബ്ലിക് ഗുഡ്സ് ആർ commodities or services provided by nature of a government free of cost by taxing few and benefiting all. പബ്ലിക് ഗുഡ്സ് എന്താണെന്ന് പറയുന്നത് ആർ commodities or services. അപ്പോൾ അതൊരു വസ്തു ആകാം, ഇല്ലെങ്കിൽ ഒരു സർവീസ് ആകാം. പ്രൊവൈഡഡ് ബൈ നേച്ചർ ഓഫ് ഗവൺമെൻറ്. നേച്ചർ ഓഫ് ഗവൺമെൻറ് ഏതാ? ഡെമോക്രസി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റിലാണ് പബ്ലിക് ഗുഡ്സ് ഉണ്ടാവുക. ഫ്രീ ഓഫ് കോസ്റ്റ് ബൈ ടാക്സിങ് ഫ്യൂ ആൻഡ് ബെനിഫിറ്റിംഗ് ഓൾ. ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് പബ്ലിക് ഗുഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി പേ ചെയ്യുന്നില്ല, പിന്നെയോ നമ്മുടെ ടാക്സ് ആണ് അതിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്? ഒരു സ്പെഷ്യൽ സെക്ടർ സൊസൈറ്റിയുടെ ഒരു പാർട്ടിനാണോ? അല്ല, എൻറ്റയർ സൊസൈറ്റിക്കാണ് പബ്ലിക് ഗുഡ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. സോ ഒരു വസ്തുവോ ഒരു സർവീസോ ഗവൺമെൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, വിച്ച് ബെനിഫിറ്റ്സ് ഓൾ. ഈ പബ്ലിക് ഗുഡ്സിനുള്ള പൈസ ഗവൺമെൻറ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ടാക്സസിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബൈ ടാക്സിങ് ദ ഫ്യൂ ആൻഡ് ബെനിഫിറ്റിംഗ് ഓൾ എന്ന് പറയുന്നത്. ഇത് പബ്ലിക് ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ 1954 സാമുവൽസണിൻ്റെ പ്യോർ തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന ബുക്കിൽ ക്രിസ്റ്റലൈസ് ചെയ്തിരിക്കുന്ന ഡെഫിനിഷനാണിത്. ഈ പബ്ലിക് ഗുഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ റൈവലറസ്. പബ്ലിക് ഗുഡ്സിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഇല്ല. ഒരാൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് വേറൊരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. നോൺ റിജക്റ്റബിൾ. പബ്ലിക് ഗുഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയാനായിട്ട് പറ്റില്ല. പാർക്കൊക്കെ നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്ക് പാർക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് പാർക്ക് അവിടെ വേണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. നോൺ എക്സ്ക്ലൂഡബിൾ. ഇതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് ആരെയും മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. വി കനോട്ട് പ്രിവെൻറ്റ് എനി വൺ ഫ്രം യൂസിങ് എ പബ്ലിക് ഗുഡ്. നോ വൺ ക്യാൻ ബി എക്സ്ക്ലൂഡഡ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് നോൺ എക്സ്ക്ലൂഡബിൾ. ഫ്രീ റൈഡിങ്. ഫ്രീ റൈഡിങ് എന്ന് വെച്ചാൽ നമ്മൾ പേ ചെയ്യുന്ന ആൾക്കാർ തന്നെ എപ്പോഴും ഇത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പേ ചെയ്യാണ്ട് തന്നെ നമ്മൾ പല പബ്ലിക് ഗുഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നോൺ റൈവലറസ്, നോൺ റിജക്റ്റബിൾ, നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് ഫ്രീ റൈഡിങ്. ഇത് നമുക്ക് ഗവൺമെൻറ് തരുന്ന ഗുഡ്സാണ് പബ്ലിക് ഗുഡ്സ്. ഇനി നമുക്ക് പ്രൈവറ്റ് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. പ്രൈവറ്റ് ഗുഡ്സ് പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പനീസ് ഓൺഡ് ബൈ entrepreneurs who aim at meeting customers' requirement to earn profit through trading goods in free market. എന്താ പ്രൈവറ്റ് ഗുഡ്? പ്രൊഡ്യൂസേഴ്സ്, ഓൺട്രപ്രണേഴ്സ് കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഫ്രീ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ ചെയ്യുന്ന ഗുഡ്സാണ് എന്ത്? പ്രൈവറ്റ് ഗുഡ്സ്. ഇപ്പോൾ പ്രൈവറ്റ് ഗുഡ്സ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കമ്പനീസ് ഓൺഡ് ബൈ ഓൺട്രപ്രണേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാർക്കറ്റിൽ വിറ്റിട്ട് ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൈവറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിജക്റ്റബിൾ ആണ്. ഒരാൾക്ക് ഒരു പബ്ലിക് ഗുഡ് പ്രൈവറ്റ് ഗുഡിന് പേ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ആ പ്രൈവറ്റ് ഗുഡ് അവൈലബിൾ ആവത്തുള്ളൂ. ഇപ്പോൾ എനിക്കത് വാങ്ങാനായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ കമ്പനി എനിക്ക് ആ പ്രോഡക്റ്റ് തരില്ല. അതുകൊണ്ട് ഇത് റിജക്റ്റബിൾ ആണ്. എക്സ്ക്ലൂഡബിൾ ആണ്. ഈ ഗുഡ് എല്ലാവർക്കും ഫ്രീലി അവൈലബിൾ അല്ല. ചില സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിക്ക് ഇത് അവൈലബിളേ അല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അതായത് ഒരു ലക്ഷറി ഹൈ എൻഡ് ബ്രാൻഡ് ഉണ്ട്, സാൻഡേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാഗ്സ് ആണെങ്കിൽ എല്ലാവരും കൊണ്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എക്സ്ക്ലൂഡബിലിറ്റി. റൈവലറസ്. പബ്ലിക് ഗുഡിന് റൈവലറി ഇല്ല, കാരണം എല്ലാവർക്കും അത് അവൈലബിൾ ആണ്. പക്ഷേ പ്രൈവറ്റ് ഗുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാലേ നമുക്കത് കിട്ടുള്ളൂ. ചില കാര്യങ്ങൾ വൺ ഓഫ് എ കൈൻഡ് ഉണ്ടാവുള്ളൂ. ചില ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ഷൻ അതിനെപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, ആര് ഹൈ പ്രൈസിൽ ഇത് വാങ്ങും എന്നുള്ളത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പ്രൈവറ്റ് ഗുഡ് നമ്മൾ ഒരെണ്ണം വാങ്ങണം എന്നുണ്ടെങ്കിൽ വേറൊരെണ്ണം വേണമെന്ന് വെക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു രണ്ട് കമ്പനിയുടെ അടുത്ത് അവൈലബിൾ ആണ്. ഞാൻ ഒരു കമ്പനിയുടെ ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ഓണർഷിപ്പ്. പ്രൈവറ്റ് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സോൾ ഓണർഷിപ്പാണ്. ഞാനിപ്പോൾ ഒരു കടയിൽ പോയി ഒരു ചെരുപ്പ് വാങ്ങിയാൽ ഞാൻ അതിൻ്റെ ഓണറാണ്. അതേസമയം ബെഞ്ചിലിരിക്കുന്ന പാർക്കിലെ ബെഞ്ചിൻ്റെ ഓണർ ഞാനാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല.
ട്രേഡഡ് ഇൻ ദ ഫ്രീ മാർക്കറ്റ്. പ്രൈവറ്റ് ഗുഡ്സ് ഫ്രീ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം സെല്ലർ വെച്ചിട്ടുണ്ടാകും, നമ്മൾ പൈസ കൊടുക്കുന്നു, അത് വാങ്ങുന്നു, സെല്ലറിന് പ്രോഫിറ്റ് കിട്ടുന്നു. ഇതാണ് എന്ത് പ്രൈവറ്റ് ഗുഡിൻ്റെ വർക്കിംഗ് മെക്കാനിസം. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഗുഡിൻ്റെയും പബ്ലിക് ഗുഡിൻ്റെയും ഡിഫറൻസസ് നമുക്കിവിടെ നോക്കാം. ആദ്യം നമുക്കിത് ആരാ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ദ ഗവൺമെൻറ്. ഏത് ടൈപ്പ് ഗവൺമെൻറ് ആണോ, സോഷ്യലിസ്റ്റിക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണെങ്കിൽ പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈവറ്റ് ഗുഡ്സ് ആരാ, മാനുഫാക്ചറർ അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ് ഇക്വാലിറ്റി. എങ്ങനത്തെ കൺസ്യൂമറാണ് പബ്ലിക് ഗുഡിന് വേണ്ടത്? എല്ലാവരും ഓക്കെയാണ്, സൊസൈറ്റിയിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും ഒരു പബ്ലിക് ഗുഡ് യൂസ് ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് ഗുഡ് എപ്പോഴും റിച്ച് കൺസ്യൂമേഴ്സിനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. റിച്ച് ഇൻ ദ സെൻസ് എ പേഴ്സൺ ഹു ഹാസ് ദ എബിലിറ്റി ടു ബൈ. ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് കയ്യിൽ പൈസയുള്ള ആളെയാണ് ആര് പ്രിഫർ ചെയ്യുന്നത്? പ്രൈവറ്റ് ഗുഡ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. പബ്ലിക് ഗുഡ്സിൻ്റെ അവൈലബിലിറ്റി റെഡിലി അവൈലബിൾ ആണ്. അതേസമയം പ്രൈവറ്റ് ഗുഡ് റെഡിലി അവൈലബിൾ അല്ല. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റിൻ്റെ 10 പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ 8 പീസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 എണ്ണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റെഡ്യൂസസ് വിത്ത് ദ കൺസംഷൻ. ഇവിടെ ക്വാളിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം പ്രൈവറ്റ് ഗുഡ്സിൻ്റെ ക്വാളിറ്റി ഇറ്റ് വേരീസ്. നമുക്ക് എന്തെങ്കിലും പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രയാണ് ക്വാളിറ്റി നമുക്ക് കിട്ടുക. ഒരേ സാധനം നമുക്ക് 100 രൂപയ്ക്കും വാങ്ങാൻ കിട്ടും, 1000 രൂപയ്ക്കും കിട്ടും. സോ നമുക്ക് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ അതിൻ്റെ ബേസിലാണ് നമുക്ക് പ്രൈവറ്റ് ഗുഡിൻ്റെ ക്വാളിറ്റി കിട്ടുക. പ്രൈവറ്റ് ഗുഡ്സിനെ കുറിച്ച് ഡിസിഷൻ എടുക്കുന്നത് ആരാ? കൺസ്യൂമറാണ്. എനിക്ക് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ച് ഞാൻ സാധനം വാങ്ങും. അതേസമയം നമ്മുടെ പബ്ലിക് ഗുഡ്സിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നത് സൊസൈറ്റിയാണ്. സൊസൈറ്റിക്ക് എന്താണ് ആവശ്യമെന്ന് സൊസൈറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. പബ്ലിക് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവാണ്. ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ഇൻ ദ സെൻസ് എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ്ലി ഇങ്ങനെ ആയിരിക്കും ഡിമാൻഡ് കർവ് മൂവ് ചെയ്യുക. അതേസമയം നമ്മുടെ പ്രൈവറ്റ് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ് വെർട്ടിക്കലാണ്. കാരണം എന്താ, ഇൻകം കൂടുന്ന അനുസരിച്ച് നമുക്ക് പ്രൈവറ്റ് ഗുഡ്സിനുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രൈവറ്റ് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ് വെർട്ടിക്കലാണെന്ന് പറയുന്നത്. പബ്ലിക് ഗുഡ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? സോഷ്യൽ വെൽഫെയർ ആണ്. ആൾക്കാർക്ക് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് ഗുഡ്സിൻ്റെ എയിം. അതേസമയം പ്രൈവറ്റ് ഗുഡ്സ് ഓൺട്രപ്രണർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാ? ഫ്രീ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. സോ ഇത്രയാണ് നമ്മുടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. I hope you understood and thank you for watching.